പ്രിയമുള്ള സുഹൃത്തുക്കളെ, പർപ്പിൾ മീഡിയ ഇന്നുള്ളത് കൊട്ടിയത്താണ്. കൊട്ടിയം ജംഗ്ഷൻ ഉത്സവ കാലഘട്ടമാണ്. കൊട്ടിയത്തിലെ വിവിധ പ്രദേശങ്ങളിലെ പ്രാന്തപ്രദേശങ്ങളിലെ അമ്പലങ്ങളിൽ ഉത്സവം തുടങ്ങിക്കഴിഞ്ഞു. അതിരൂക്ഷമായ ട്രാഫിക് തടസ്സമാണ് കൊട്ടിയം ജംഗ്ഷനിൽ കാണാൻ കഴിയുന്നത്. നിരവധി ആൾക്കാർ ഓഫീസ് ടൈമിലും സ്കൂൾ വിദ്യാർത്ഥികളെല്ലാം വന്ന് കൊട്ടിയം ജംഗ്ഷൻ്റെ കൊല്ലം ഭാഗത്തേക്കുള്ള വഴിയാണ് നാം ഇപ്പോൾ കാണുന്നത്. ഇവിടെ ഒരു പോലീസ് സംവിധാനവുമില്ല. ആവശ്യമായ പോലീസിനെ വിന്യസിച്ച് ട്രാഫിക് സംവിധാനം മെച്ചപ്പെട്ട രീതിയിൽ നടത്തുവാൻ ആവശ്യമായ പോലീസ് സംവിധാനം അടിയന്തരമായി അധികാരികൾ നടത്തിയില്ല എങ്കിൽ മണിക്കൂറുകളോളം കൊട്ടിയം ട്രാഫിക് കുരുക്കിലാണ്. ഈ ജനങ്ങൾക്ക് കൃത്യമായി യാത്ര ചെയ്യാൻ കഴിയുന്നില്ല, സഞ്ചാര തടസ്സം നേരിടുന്നു. അതുകൊണ്ട് അടിയന്തരമായി അധികാരികൾ ഈ ട്രാഫിക് തടസ്സം മാറ്റുവാൻ ആവശ്യമായിട്ടുള്ള പോലീസ് ട്രാഫിക് വാർഡന്മാരെ അടിയന്തരമായി നിയമിച്ച് ഈ സമയം ഈ ട്രാഫിക് തടസ്സം ഒഴിവാക്കി കൊടുക്കണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെടുന്നു. ഇതിപ്പോൾ ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരത്തു നിന്നും കൊല്ലം ഭാഗത്തേക്ക് പോകുന്ന കൊട്ടിയം ജംഗ്ഷൻ്റെ സൈഡിലാണ്. അതിരൂക്ഷമായ ട്രാഫിക് തടസ്സം. നിരവധി ആംബുലൻസുകൾ ഈ ട്രാഫിക്കിൽ കുരുക്കിൽ പെട്ടുകിടക്കുകയാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പോലും ഈ സമയത്ത് ഈ പ്രദേശത്ത് ഈ രണ്ട് സ്ഥലത്തും ഒരു പോലീസ് ഉദ്യോഗസ്ഥനും പോലും നമുക്ക് കാണാൻ കഴിയുന്നില്ല. രൂക്ഷമായ ട്രാഫിക് തടസ്സമാണ്. ഈ കാണുന്നത് മൈനാർ റോഡിൽ നിന്ന് കൊട്ടിയത്തേക്ക് വരുന്ന സഞ്ചാരപഥമാണ്. ഇവിടെയും അതിരൂക്ഷമായ ട്രാഫിക് തടസ്സമാണ്. നിരവധി ആംബുലൻസുകൾ മൈനാട് ഭാഗത്തു നിന്നും കൊട്ടിയം ഹോളി ക്രോസിലേക്ക് കിംസിലേക്കും വരുന്ന ആംബുലൻസുകൾ ഇവിടെ നിരവധി പ്രാവശ്യം കുടുങ്ങിക്കിടക്കുന്നുണ്ട്. മനുഷ്യൻ്റെ ജീവന് അപകട ഭീഷണി ഉയർത്തുന്ന ഈ ട്രാഫിക് ജാം പരിഹരിക്കുവാൻ ആവശ്യമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഇതാ നോക്കൂ, ഒരു ആംബുലൻസ് കടന്നു പോകുന്നു. ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ നിയോഗിച്ചുകൊണ്ട് ഈ സമയങ്ങളിൽ ഇവിടെ ഉണ്ടാകുന്ന ട്രാഫിക് തടസ്സം മാറ്റിയെടുക്കുവാൻ ആവശ്യമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അടിയന്തരമായി നിയമിക്കണമെന്നാണ് കൊട്ടിയത്തിൻ്റെ പ്രദേശത്തുള്ളവരും ടാക്സി ഡ്രൈവർമാരും ആട്ടോ ഡ്രൈവർമാരും ആവശ്യപ്പെടുന്നത്. പർപ്പിൾ മീഡിയ കൊട്ടിയം.